പാരഞ്ജിത്ത് എന്ന് പറഞ്ഞ എനിക്ക് അറിയാം, ആ ഒരു കവിയാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടമാണത്. അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയും കൂടിയായിട്ട് വന്നത്. പക്ഷേ വിക്രം അടിപൊളിയാണ്. കുഴപ്പമില്ല. ഒരു പ്രത്യേക സൈസ് പടം. ഓ കുഴപ്പമില്ല, വിക്രം അടിപൊളിയാണ്, സൂപ്പറാണ്. കുഴപ്പമില്ല, പക്ഷേ എല്ലാവർക്കും ദഹിച്ചോളന്നില്ല. കഥ കുഴപ്പമില്ല, ലാസ്റ്റ് ഉഷാറായിട്ടുണ്ട്. വിക്രം സൂപ്പറായിട്ടുണ്ട്. അഭിനയം വിക്രമിന്റെ കൂടെ അഭിനയിച്ച ആ ജോഡി ഏതാന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. പക്ഷേ പാർവതി സൂപ്പറായിട്ട് സ്ത്രീ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം പക്ഷേ തമിഴന്മാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ, നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്കിഷ്ടമായി, പക്ഷേ എല്ലാവർക്കും കൊണ്ട് ദഹിച്ചോളുന്നില്ല. കുറച്ച് തമിഴ് സ്റ്റൈലുള്ള ഒരു മൂവിയല്ല. അതെ, നമ്മൾ വിക്രമത്തിൻ്റെ പടം ഇങ്ങനത്തെ പോസ്റ്റൊക്കെ കണ്ടുവരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ, വല്ലാത്തൊരു പ്രതീക്ഷ. വിക്രം ആലോചിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തോന്നും. പക്ഷെ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് തമിഴ് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മസാല അങ്ങനത്തെ അല്ല. പക്ഷെ അത് കുറച്ചുകൂടി പാരഞ്ജിത്ത് എന്ന് പറഞ്ഞ എനിക്ക് അറിയാം, ആ ഒരു കവിയാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടമാണത്. അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയും കൂടിയായിട്ട് വന്നത്. പക്ഷെ ആ അദ്ദേഹം ഓക്കെ കേട്ടോ, അദ്ദേഹം ടോപ്പായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ദഹിച്ചോളുന്നില്ല. എനിക്കിഷ്ടമായി. ബ്രോ പടം എങ്ങനെയുണ്ട്? കണ്ടിരിക്കാം. എങ്ങനെ പടം എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെ പടം എങ്ങനെയുണ്ട്? കഥയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. പെർഫോമൻസ് ഒക്കെ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട്? സുഖിച്ചില്ല.